6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. അതിലെ എന്താണ് യൂണിറ്റ് 5 ഹെൽപ്പിംഗ് ഹാൻഡ് എന്നുള്ളതിന്റെ എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ആണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്താണ് എ ഗ്ലാസ് ഓഫ് മിൽക്ക്? ഒരു ഗ്ലാസ് പാല് അല്ലേ. ഹാസ് എനി സ്ട്രേഞ്ചർ എവർ അപ്രോച്ച്ഡ് യു ഫോർ ഹെൽപ്പ്? ഏതെങ്കിലും അപരിചിതർ, നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർ, ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാത്ത ആൾക്കാർ, ഓക്കെ, അറിയാത്ത ആൾക്കാർ നിങ്ങൾ എന്താക്കി നിങ്ങൾ അടുത്തേക്ക് വന്നിട്ടുണ്ട്, സഹായത്തിന് വേണ്ടി നിങ്ങൾ അടുത്തേക്ക് വന്നിട്ടുണ്ടോ? ഹൗ ഡിഡ് യു ട്രീറ്റ് ഹിം ഓർ ഹെർ? നിങ്ങൾ എങ്ങനെയാണ് അവരെ എന്താണ് ട്രീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്തത്? ഹിയർ യു ഫൈൻഡ് എ യങ് വുമൺസ് എക്സ്പീരിയൻസ് വെൻ എ സ്ട്രേഞ്ചർ അപ്രോച്ചസ് ഹെർ ഫോർ സം വാട്ടർ. ഇവിടെ ഒരു സ്റ്റോറിയാണ്, എന്താണ് യങ് വുമൺ അല്ലേ, ഒരു ചെറുപ്പക്കാരിയായ വുമണിന്റെ എക്സ്പീരിയൻസ് ആണ് അല്ലെ. ഒരു സ്ട്രേഞ്ചർ എന്താക്കി അവളുടെ അടുത്തേക്ക് കുറച്ച് വെള്ളത്തിന് വേണ്ടി വന്നു. അപ്പൊ എന്താണ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. വൺ ഡേ, ഒരു ദിവസം, എ പുവർ ബോയ് വാസ് സെല്ലിംഗ് ഗുഡ്സ് ഫ്രം ഡോർ ടു പേ ഹിസ് വേ ത്രൂ ദ സ്കൂൾ. ഒരു ദിവസം ഒരു പുവർ ബോയ്, പാവപ്പെട്ട ഒരു ആൺകുട്ടി എന്താക്കി അവന്റെ സാധനങ്ങളൊക്കെ വിൽക്കുകയാണ് അല്ലെ. ഡോർ ടു ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വീടുകൾ കയറി ഇറങ്ങിയിട്ട് വിൽക്കുകയാണ് സാധനങ്ങളൊക്കെ അല്ലെ. ടു പേ ഹിസ് വേ ത്രൂ സ്കൂളിൽ പോകാനുള്ള വഴിയിലാണ് അല്ലെ അതൊക്കെ വിൽക്കുന്നത് അല്ലെ. അവന് സ്കൂളിലെ ചെലവുകളൊക്കെ വീട്ടണം, എന്താണ് അതുകൊണ്ട് നേടും വേണം അല്ലെ. അപ്പൊ അവനെ പോകുന്ന വഴിക്ക് എന്താണ് എല്ലാ വീടുകൾ കയറി ഇറങ്ങി സാധനങ്ങൾ വിൽക്കുകയാണ് അല്ലെ. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ, അന്ന് ഭയങ്കര ചൂടുള്ള ദിവസമാണ്. ആൻഡ് ഹി ഫെൽറ്റ് ടയർഡ് ആൻഡ് ഹംഗ്രി, അവൻ എന്താക്കി ഭയങ്കര ക്ഷീണവും വിശപ്പും ഒക്കെ തോന്നി അല്ലെ. ഹി ഹാഡ് ഓൺലി വൺ തിൻ ഡൈം ലെഫ്റ്റ് വിത്ത് ഹിം, അവന്റെ കയ്യിലാണെങ്കിൽ ആകെ ഒരു ചെറിയ എന്താണ് ഒരു നമ്മളെ നാട്ടിൽ എന്താണ് ചെറിയ കോയിൻ പറയില്ലേ, അതായത് റുപ്യ 2 റുപ്യ ഒക്കെ, അതേപോലെ തന്നെ അവിടെ വൺ തിൻ ഡൈമാണ്. ഡൈം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കോയിൻ പൈസ എന്ന് പറയുന്നത് അവിടെ ഡൈമാ പറയാ കേട്ടോ. അവന്റെ കയ്യിൽ ഉള്ളൂ, ഓൺലി വൺ തിൻ ഡൈമാണ് അവന്റെ കയ്യിലുള്ളത് അല്ലെ. ഹി ഡിസൈഡഡ് നോട്ട് ടു ആസ്ക് ഫോർ എ മീൽ അറ്റ് ദ നെക്സ്റ്റ് ഹൗസ്. അപ്പൊ അവൻ എന്താക്കി, അവന് എന്താണ് തീരുമാനിച്ചില്ല അല്ലെ, എന്താ അടുത്ത വീട്ടിലേക്ക് കയറുമ്പോ എന്താണ് ഭക്ഷണം ചോദിക്കാൻ വേണ്ടിട്ട് അവൻ തീരുമാനിച്ചു. ഡിസൈഡഡ് നോട്ട് ടു ആസ്ക്, ചോദിക്കണ്ടെന്ന് തീരുമാനിച്ചു. ഹൗവർ, എന്നാലും ഹി ലോസ്റ്റ് ഹിസ് നെർവ്, പക്ഷെ അവർക്ക് എന്താണ് തന്നെ ഭയങ്കര നെർവസ് ആയിപ്പോയി അല്ലെ, അവന്റെ നെർവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലവ്ലി യങ് വുമൺ ഓപ്പൺ ദ ഡോർ, എന്താണ് ഒരു നല്ല സ്നേഹമുള്ള ഒരു യങ് വുമൺ വാതിൽ തുറന്നപ്പോ അവൻ എന്താ ചോദിക്കേണ്ടത് ഒന്നും അവന് പെട്ടെന്ന് കഴിഞ്ഞില്ല ചോദിക്കാൻ അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് എ മീൽ, എന്താണ് ഈ മീൽ ചോദിക്കുന്നതിന് പകരം, ഭക്ഷണം ചോദിക്കുന്നതിന് പകരം, ഹി ആസ്ക്ഡ് ഫോർ സം വാട്ടർ, അവരെന്താക്കി കുറച്ച് വെള്ളം ചോദിച്ചു. ഷീ തോട്ട് ഹി ലുക്ക്ഡ് ഹംഗ്രി, അപ്പൊ അവൾക്ക് തോന്നി എന്ത്, അവനെ കണ്ടിട്ട് എന്താണ് വിശപ്പുണ്ട് എന്ന് അവൾക്ക് തോന്നി. ആൻഡ് സോ അതുകൊണ്ട് ബ്രോഡ് ഹിം എ ലാർജ് ഗ്ലാസ് ഓഫ് മിൽക്ക്, അവൻ എന്താക്കി ഒരു വലിയ ഗ്ലാസ് പാല് കൊണ്ടു കൊടുത്തു അല്ലെ. ഹി ഡ്രാങ്ക് ഇറ്റ് സ്ലോലി ആൻഡ് ദെൻ ആസ്ക്ഡ്, അവൻ അത് മെല്ലെ കുടിച്ചിട്ട് ചോദിച്ചു, ഹൗ മച്ച് ഡു ഐ ഓവ് യു, ഞാൻ എത്ര ഇതിന് പൈസ തരണ്ടേന്ന് ചോദിച്ചു അല്ലെ. യു ഡോണ്ട് ഓ എനിത്തിങ്, ഷീ റിപ്ലൈഡ്, ഈ ഒന്നും എനിക്ക് തരണ്ടെന്ന് പറഞ്ഞു അല്ലെ. മദർ ഹാസ് ടോട്ട് അസ് നെവർ ടു അക്സെപ്റ്റ് പേ ഫോർ ആക്ട് ഓഫ് കൈൻഡ്നെസ്, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ത്, നമ്മളിപ്പോ ഒരു കൈൻഡ്നെസ് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരിക്കലും എന്താക്കരുത്, നമ്മള് ശമ്പളം വാങ്ങരുത്, അതായത് പൈസ വാങ്ങരുത് എന്ന് എന്താണ് എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അവള് പറഞ്ഞു അല്ലെ. ഷീ സെഡ് ദെൻ ഐ താങ്ക് യു ഫ്രം മൈ ഹാർട്ട്, അപ്പം പറഞ്ഞ് നല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്ദി പറയാണെന്ന് അവൻ പറഞ്ഞു അല്ലെ. ആസ് ഹവാർഡ് കെല്ലി ലെഫ്റ്റ് ദ ഹൗസ്, അപ്പൊ അവന്റെ പേരെന്താണ്, ഹവാർഡ് കെല്ലി ആണ് അല്ലെ. അവന് വീട്ടിൽ നിന്ന് പോയി. ഹി നോട്ട് ഓൺലി ഫെൽറ്റ് സ്ട്രോങ്ങർ ഫിസിക്കലി ബട്ട് ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് മാൻ വാസ് ഓൾസോ സ്ട്രെങ്തൻഡ്. ഹി ഹാഡ് ഡിസൈഡഡ് ടു ഗിവ് അപ്പ് ആൻഡ് ക്വിറ്റ്, എന്താണ് അവന് എന്താണ് ഫിസിക്കലി ആയിട്ട് അവൻ സ്ട്രോങ് ആയില്ല, ഫീൽ ചെയ്തില്ല അല്ലെ. പക്ഷെ എന്നാലും എന്താണ് ദൈവത്തിന്റെ കരിമോണ്ട് എന്താണ് അവനെ കുറച്ച് സ്ട്രെങ്ത് ആയി അല്ലെ. അവൻ എന്താക്കി അവിടുന്ന് എന്തോ തീരുമാനിച്ച് അവൻ അവിടുന്ന് പോയി. ഇയേഴ്സ് ലേറ്റർ, അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ദാറ്റ് വുമൺ ബിക്കെയിം ഓൾഡ്, എന്താണ് വുമൺ എന്താക്കി വയസ്സായി. ആൻഡ് ക്രിട്ടിക്കലി ഇൽ വിത്ത് ആൻ അൺനോൺ ഡിസീസ്, എന്താണ് അറിയപ്പെടാത്ത എന്തോ ഒരു അസുഖത്തിന് ഈ വുമൺ എന്താക്കി ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അത്രയും അസുഖമാണ് അവർക്ക് അല്ലെ. ദ ലോക്കൽ ഡോക്ടേഴ്സ് വെർ ബാഫിൾഡ്, എന്താ സാധാ ഡോക്ടർമാരൊക്കെ അവരെ കൈയൊഴിഞ്ഞു. ദേ ഫൈനലി സെൻഡ് ഹെർ ടു ദ ബിഗ് സിറ്റി, അവരെന്താക്കി ലാസ്റ്റ് ഒരു വലിയ ബിഗ് സിറ്റിയിലേക്ക് അവരെ പറഞ്ഞയച്ചു. വെർ ദേ കോൾഡ് ഇൻ സ്പെഷ്യലിസ്റ്റ് ടു സ്റ്റഡി ഹെർ റെയർ ഡിസീസ്, അവിടെ എന്താക്കി ഇവിടെ ഈ അസുഖം കണ്ടുപിടിക്കാനും പഠിക്കാനും ഒക്കെ അവിടെ എന്താക്കി സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു. ഡോക്ടർ ഹവാർഡ് കെല്ലി വാസ് കോൾഡ് ഇൻ ഫോർ ദ കൺസൾട്ടേഷൻ, അപ്പോൾ ഡോക്ടർ ഹവാർഡ് കെല്ലിയാണ് എന്താക്കിയത് ഈ കൺസൾട്ടേഷന് അവരെ എന്താണ് പരിശോധിക്കാൻ വന്നത്. വെൻ ഹി
realized her and the town she came from a strange light filled his eyes. അപ്പൊ അവൻ എന്താക്കി ഇവിടെ മനസ്സിലായി അല്ലെ, ഈ വുമണ്ണെ മനസ്സിലായി അല്ലെ. അപ്പൊ എന്താണ് ഏത് ടൗണിനാ അവര് വരുന്നതെന്നും ഒക്കെ എന്താണ് അവന് മനസ്സിലായപ്പം ഇവിടെ ഏതാന്നുള്ളത് ഈ ഹവാർഡ് കെല്ലിക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ എന്താക്കി അവന്റെ കണ്ണിൽ, ഈ ഹവാർഡ് കെല്ലിന്റെ കണ്ണുകളിൽ ഒരു സ്ട്രേഞ്ച് ലൈറ്റ് എന്താക്കി കണ്ണുകളിൽ നിറഞ്ഞു വന്നു അല്ലെ. ഇമ്മീഡിയറ്റ്ലി ഹി റോസ് ആൻഡ് വെന്റ് ഡൗൺ ദ ഹോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ടു ഹെർ റൂം. പെട്ടെന്ന് തന്നെ എന്താക്കി അവൻ എഴുന്നേറ്റിട്ട് എന്താക്കി വേഗം ഈ വുമൺ കിടക്കുന്ന റൂമിന്റെ ഹാളിലേക്ക് വേഗം പോയി, റൂമിലേക്ക് പോയി, ഹോസ്പിറ്റലിന്റെ ഹാളില് അവളുടെ റൂമിലേക്ക് പോയി. ഡ്രസ്ഡ് ഇൻ ഹിസ് ഡോക്ടേഴ്സ് ഗൗൺ ഹി വെന്റ് ടു സീ ഹെർ. എന്നിട്ട് എന്താക്കി ഡോക്ടറെ ഗൗൺ ഇട്ടിട്ട് അവളെ എന്താണ് ഈ വുമണ്ണെ കാണാൻ പോയി. ഹി റെക്കഗ്നൈസ്ഡ് ഹെർ അറ്റ് വൺസ്. ഒറ്റ നോട്ടത്ത് തന്നെ ഈ ഹവാർഡ് കെല്ലിക്ക് മനസ്സിലായി. ഹി വെന്റ് ബാക്ക് ടു ദ കൺസൾട്ടേഷൻ റൂം ഡിറ്റർമിൻ ടു ഡു ഹിസ് ബെസ്റ്റ് ടു സേവ് ഹെർ ലൈഫ്. അവൻ എന്താക്കി കൺസൾട്ടേഷൻ റൂമിൽ പോയിട്ട് അവൻ എന്താക്കി നല്ല അവളെ ജീവൻ രക്ഷിക്കാൻ തന്നെയുള്ള എല്ലാ ശുശ്രൂഷയും എന്താക്കി അവർക്ക് കൊടുത്തു. ഫ്രം ദാറ്റ് ഡേ ഹി ഗേവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ കേസ്. ആ ദിവസം മൊത്തം എന്താക്കി ഈ കേസിനാണ് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തവര്. ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ, അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്തതിനു ശേഷം ദ ബാറ്റിൽ വാസ് വൺ, എന്താണ് യുദ്ധം ജയിച്ചു. എന്താണ് ഡോക്ടർ കെല്ലി റിക്വസ്റ്റഡ് ദ ബിസിനസ് ഓഫീസ് ടു പാസ് ദ ബിൽ ടു ഹിം ഫോർ അപ്രൂവൽ. അപ്പൊ എന്താക്കി അവര് രോഗത്തിന് ശമനം കിട്ടി അല്ലെ. അപ്പൊ എന്താക്കി രോഗം സുഖപ്പെട്ടു അല്ലെ. അപ്പൊ എന്താക്കി ഡോക്ടർ കെല്ലി എന്താക്കി ബിസിനസ് ഓഫീസർ എന്താക്കി ഒരു ബില്ല് പാസ് ചെയ്തു അപ്രൂവലിന് വേണ്ടിട്ട് അല്ലെ. ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ്, അവൻ അതിൽ നോക്കി. ദെൻ റോട്ട് സംതിങ് ഓൺ ദ എഡ്ജ് ആൻഡ് ബിൽ വാസ് സെന്റ് ടു ഹെർ റൂം. അപ്പൊ ഇവർക്ക് ആ ഹോസ്പിറ്റലായ ബില്ലാണ് അല്ലെ. അത് നോക്കിയിട്ട് അവരെന്താക്കി എന്തോന്ന് എഴുതിയിട്ട് എന്താക്കി അവരുടെ റൂമിലേക്ക് ഈ ബില്ല് കൊടുത്തയച്ചു. ഷീ ഫിയർ ടു ഓപ്പറേറ്റ്. അവർക്ക് ഭയങ്കര പേടിയായി തുറക്കാൻ അല്ലെ. എന്താ കാരണം? ഫോർ ഷീ വാസ് ഷുവർ ഇറ്റ് വുഡ് ടേക്ക് ദ റെസ്റ്റ് ഓഫ് ഹെർ ലൈഫ് ടു പേ ഫോർ ഇറ്റ് ഓൾ. ഭയങ്കര പെല്ലായിട്ടുണ്ടാവും, വലിയ ഹോസ്പിറ്റലിലല്ലേ അവർ കിടക്കുന്നത്. അപ്പൊ എന്താണ് ബാക്കിയുള്ള ജീവിതം മൊത്തം എന്താണ് നമ്മള് അധ്വാനിച്ചാലും എന്താണ് ഇതിന്റെ പൈസ നമുക്ക് കൊടുക്കാൻ കഴിയില്ല അല്ലെ. ഫോർ ഷീ വാസ് ഷുവർ, അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ത്, ടേക്ക് റെസ്റ്റ് ഓഫ് ഹെർ ലൈഫ് ടു പേ ഫോർ ഇറ്റ് ഓൾ അല്ലെ. ഇതെല്ലാം കൊടുക്കാൻ ഇവിടെ ബാക്കിയുള്ള ജീവിതം കൂടി ഒക്കെ തികയൂല എന്നുള്ളത് ഒക്കെ ഉറപ്പായിരുന്നു അല്ലെ. അത്രയും വലിയ പൈസ അയക്കുന്നുള്ളത് അവർക്കറിയാം. ഫൈനലി ഷീ ലുക്ക്ഡ് അറ്റ് ഇറ്റ്. ലാസ്റ്റ് എന്താക്കി പേടിച്ചുകൊണ്ട് അതിലേക്ക് നോക്കി. ആൻഡ് സംതിങ് കോട്ട് ഹെർ അറ്റൻഷൻ ഓൺ ദ സൈഡ് ഓഫ് ദ ബിൽ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താക്കി എന്തൊരു ബില്ലിന്റെ സൈഡിൽ എന്തൊരു എഴുതി വെച്ചത് എന്താണ് അവൾ കണ്ടു. അറ്റൻഷനെ അങ്ങോട്ടേക്ക് നോക്കി അല്ലെ. ആ വർക്കിലേക്ക് അവൾ നോക്കി. ഷീ റീഡ് ദ വേർഡ്സ്. അവൾ എന്താക്കി ആ വേർഡ്സ് വായിച്ചു. എന്താണ്? paid in full with 1 glass of milk. എന്താണ് ഇത് എല്ലാം ഇതിലുള്ള പൈസയൊക്കെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, പേ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഓഫ് മിൽക്കിൽ, ഒരു ഗ്ലാസ് മിൽക്കിന് ഞാൻ ഈ എന്താണ് ബില്ലിലുള്ള എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. എന്താണ് സിഗ്നേച്ചർ ഡോക്ടർ ഹവാർഡ് കെല്ലി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലേ. ടീയേഴ്സ് ഓഫ് ജോയ് ഫ്ലഡഡ് ഹെർ ഐസ് ആസ് ഹെർ ഹാപ്പി ഹാർട്ട് പ്രേഡ്. അപ്പൊ എന്താക്കി കണ്ണുനീര് അല്ലെ, സന്തോഷം കൊണ്ടുള്ള കണ്ണുനീര് ഇങ്ങോട്ട് അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയില്ലേ, സന്തോഷമായില്ലേ അവൾക്ക്. എന്നിട്ട് എന്താക്കി സന്തോഷത്തോടെ ഹൃദയത്തോടു കൂടി അവൾ പ്രാർത്ഥിച്ചു അല്ലെ. താങ്ക് യു ഗോഡ് അല്ലെ, ദൈവത്തിന് നന്ദി അല്ലെ. ദാറ്റ് യുവർ ലവ് ഇസ് ഷെഡ് അബ്രോഡ് ത്രൂ അവർ ഹാർട്ട്സ് ആൻഡ് ഹാൻഡ്സ് അല്ലെ. എന്താണ് ദൈവം എന്താ നിന്റെ ദൈവം എന്താണ് നിന്റെ സ്നേഹം എന്താണ് എപ്പോഴും എന്താണ് ഓരോ ഹൃദയത്തിലും കൈകളിലൂടെയൊക്കെ ഇപ്പോഴും എന്താണ് പൊയ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് ഭയങ്കര സന്തോഷമായി അല്ലെ. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല സ്റ്റോറിയാണ് അല്ലേ. അപ്പൊ അടുത്ത എന്താണ് എന്താണ് ഇതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ടീച്ചർ എന്താ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.